എല്ലാവർക്കും നമസ്കാരം. മഥുരയിലെ രാജാവായ ക്രൂരനായ കംസന്റെ കൊട്ടാരത്തിലെ വേലക്കാരി ആയിരുന്നു കുബ്ജ. അവളുടെ യഥാർത്ഥ പേര് ത്രിവക്ര എന്നായിരുന്നു. ശരീരത്തിലെ 3 ഭാഗങ്ങളിൽ വളവുള്ളവൾ എന്നായിരുന്നു ആ വാക്കിനർത്ഥം. ജന്മനായുള്ള വൈകല്യം കാരണം അവളുടെ മുതുകും കഴുത്തും അരക്കെട്ടും വളഞ്ഞിരുന്നു. ഈ അംഗവൈകല്യം നിമിത്തം ആളുകൾ പരിഹസിക്കുകയും കൂനുള്ളവൾ എന്നർത്ഥം വരുന്ന കുബ്ജ എന്ന പേര് വിളിക്കുകയും ചെയ്തു. അവളുടെ പുറം കാഴ്ച വൈകല്യമുള്ളതായിരുന്നുവെങ്കിലും അവളുടെ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ദൈവഭക്തി നിറഞ്ഞതുമായിരുന്നു അവളുടെ ജീവിതം. സുഗന്ധമുള്ള ചന്ദനം അരയ്ക്കുന്നതിൽ അതിവിദഗ്ധയായിരുന്നു അവൾ. തയ്യാറാക്കുന്ന സുഗന്ധലേപനം കംസന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. അതിനാൽ അവൾ ദിവസവും പോയി അത് കംസന് എത്തിച്ചു കൊടുക്കുമായിരുന്നു. കംസനെ നേരിടാൻ വേണ്ടി ശ്രീകൃഷ്ണനും ബലരാമനും മഥുരയിലേക്ക് യാത്ര തിരിച്ച സമയം നഗരത്തിലൂടെ നടക്കവേ അതിമനോഹരമായ ഒരു സുഗന്ധം അവരെ ആകർഷിച്ചു. നോക്കുമ്പോൾ കൂനിയായ ഒരു സ്ത്രീയുടെ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് വരുന്നതായിരുന്നു ആ സുഗന്ധം. അവർ കുബ്ജയെ കണ്ടുമുട്ടി. വിലയേറിയ ചന്ദനം എടുത്ത് ശ്രദ്ധയോടെയും ഭയത്തോടെയും കംസന്റെ അന്തപുരിയിലേക്ക് പോവുകയായിരുന്നു കുബ്ജ. സൗന്ദര്യത്തിൻ്റെ ഉടമയായ ശ്രീകൃഷ്ണൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഒരു കുസൃതിച്ചിരിയോടെ അവളെ അഭിസംബോധന ചെയ്തു. ഹേ സുന്ദരി, നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ വിശിഷ്ടമായ സുഗന്ധമുള്ള ചന്ദനം ഞങ്ങൾക്ക് തരുമോ? ഒരു നിമിഷം അവൾ സ്തംഭിച്ചുപോയി. സൗന്ദര്യത്തിൻ്റെ റാണി എന്നാണോ അദ്ദേഹം എന്നെ വിളിച്ചത്? അതോ മറ്റ് ആരോടെങ്കിലും ആണോ സംസാരിച്ചത്? അപ്പോൾ അവളുടെ സംശയം മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ വാത്സല്യത്തോടെ പറഞ്ഞു, നാം നിന്നോടാണ് സംസാരിക്കുന്നത് സുന്ദരി. ആരും തന്നെ ഇതിനു മുന്നേ സുന്ദരി എന്ന് വിളിച്ചിട്ടില്ലാത്തതിന് അവൾ അത്ഭുതത്താൽ കണ്ണനെ നോക്കി. എന്നിരുന്നാലും ശ്രീകൃഷ്ണൻ്റെ മധുരമായ വാക്കുകളാൽ അവളുടെ ഹൃദയം നിറഞ്ഞു. ലളിതവും നിസ്വാർത്ഥവുമായ ഭക്തിയോടെ കംസനു വേണ്ടി തയ്യാറാക്കിയ ആ വിശിഷ്ടമായ ചന്ദനക്കൂട്ട് മുഴുവൻ അവൾ ശ്രീകൃഷ്ണനും ബലരാമനുമായി നൽകി. അവളുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ അത്രയധികം സന്തുഷ്ടനായ ശ്രീകൃഷ്ണൻ സ്നേഹത്തോടെയും ദയയോടെയും മൃദുവായി തൻ്റെ പാദങ്ങൾ കൊണ്ട് അവളുടെ പാദത്തിൽ അമർത്തുകയും തുടർന്ന് തൻ്റെ 2 വിരലുകൾ കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് അതീവ വാത്സല്യത്തോടെ അവളുടെ ശിരസ് ഉയർത്തുകയും ചെയ്തു. ആ ദിവ്യ സ്പർശനത്തിൻ്റെ നിമിഷം ഒരു അത്ഭുതം സംഭവിച്ചു. അവളുടെ വളഞ്ഞ ശരീരം നിവർന്നു. കൂൻ അപ്രത്യക്ഷമായി. അവൾ ലോകം കണ്ടതിൽ വച്ച് അതിമനോഹരിയായ ഒരു യുവതിയായി രൂപാന്തരപ്പെട്ടു. ഈ അവിശ്വസനീയമായ രൂപമാറ്റം കണ്ട് അവിടെ കൂടിയ ആളുകൾ അത്ഭുതപ്പെട്ട് ഭക്തിയോടെ തൊഴുതു നിന്നു. കൃതജ്ഞതയും ആഴമായ സ്നേഹവും നിറഞ്ഞ കുബ്ജ തൻ്റെ രക്ഷകനായ ശ്രീകൃഷ്ണനെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ താൻ ആദ്യം കംസനെ തോൽപ്പിക്കാൻ പോവുകയാണെന്നും അതിനുശേഷം തീർച്ചയായും അവളെ കാണാമെന്നും വാക്കു നൽകി. കുബ്ജ തൻ്റെ ജീവിതകാലം മുഴുവൻ കൃഷ്ണനോട് അചഞ്ചലമായ ഭക്തി കാത്തുസൂക്ഷിച്ചു. ബ്രഹ്മവൈവർത്ത പുരാണം അനുസരിച്ച് രാമായണത്തിലെ ശൂർപ്പണഖ ദ്വാപരയുഗത്തിൽ കുബ്ജയായി പുനർജനിച്ചു. ശൂർപ്പണഖ തൻ്റെ മുൻജന്മത്തിൽ പ്രഭു ശ്രീരാമനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഏകപത്നി വ്രതം അനുഷ്ഠിച്ച ശ്രീരാമൻ അവളുടെ പ്രണയം നിരസിച്ചു. തൽഫലമായി ശൂർപ്പണഖ അടുത്ത ജന്മത്തിൽ പ്രഭു ശ്രീരാമൻ്റെ അവതാരത്തോടൊപ്പം കഴിയാനായി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ദ്വാപരയുഗത്തിൽ അവൾ കംസനെ സേവിക്കുന്ന കൂനിയായ കുബ്ജയായിട്ടാണ് ജനിച്ചത്. ഈ ജന്മത്തിൽ അവൾ കൃഷ്ണനെ കണ്ടുമുട്ടുകയും കൃഷ്ണൻ്റെ സ്പർശനത്താൽ സുന്ദരിയായ ഒരു സ്ത്രീയായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു. കുബ്ജ കണ്ടുമുട്ടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.